ഹേയ് ഹലോ. രാവിലെ തന്നെ വീടിന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത് കണ്ടില്ലേ, വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടേ. ഇതിലൊരു 150+ മാങ്ങ കാണും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു 200-250 മാങ്ങ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും കസിൻസിനും പിന്നെ പള്ളിയിൽ ലേലത്തിനും പിന്നെ ഞാൻ കുറേ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം സീസൺ ആവാനും മുമ്പ് ഇതിൽ കുറേ ശിഖരങ്ങൾ പപ്പ വെട്ടിക്കളഞ്ഞിരുന്നു. എന്നാലും ഒരു 150+ ഇതിലുണ്ട്, ഉറപ്പാണ്. ഇത് അത്രയ്ക്ക് വലിയ മാവൊന്നുമല്ല, ഒരു കുഞ്ഞു മാവാണ്, കണ്ടില്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കോട്ടുകോണമെന്നാണേ. ആക്ച്വലി ഇത് പഴുപ്പിച്ചിട്ട് നല്ലപോലെ ജ്യൂസ് അടിക്കാനും അല്ലാതെ കഴിക്കാനേ കൊള്ളാവുള്ളൂ. വേറെ അച്ചാറിടാനോ അതിനൊന്നും ആൾക്കാരങ്ങനെ എടുക്കാറില്ല ഇതിന്. ഇത് പഴുത്ത് നിൽക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇത് ഏകദേശം പഴുക്കുമ്പോൾ ഇതേപോലെയാവും. പിന്നെ വേറൊരാളുണ്ട് കേട്ടോ, ഫുള്ള് ചക്കയൊക്കെ അങ്ങനെ കാച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കും സീസൺ ആകുമ്പോൾ ഈ മാവും ഈ ചക്കയൊക്കെ ഒരുമിച്ചാണ് കായ്ക്കുന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്. ഇത് നല്ല ചക്കത്തോരൻ ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിനെ പറയുന്നത് ശീമച്ചക്കയെന്ന്, മറ്റേനെ പറയുന്നത് കോട്ടുകോണം വാങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരുകളെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.